അടുത്ത മാസം 10-ാം തീയതി മുദ്രവെച്ച കവറിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തു നടപടി സ്വീകരിക്കുന്നു എന്ന് കോടതിയെ ബോധിപ്പിക്കണം. അത് സത്യവാങ്മൂലമായി നൽകാനും കോടതിയുടെ നിർദ്ദേശം. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, കോൺക്ലേവ് നടത്താൻ പോകുന്നു എന്ന് കോടതിയിൽ പോയി പറയേണ്ടി വരും. മാധു, ഈ കോൺക്ലേവ് നടത്തുന്ന കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, ആ കാര്യങ്ങളിൽ എന്ത് നടപടിയെടുക്കാൻ പോകുന്നു എന്ന കാര്യം കൂടി സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. കോടതിക്ക് അറിയേണ്ടത് ആ കാര്യം തന്നെയാണ്. കാരണം ആവർത്തിച്ച് കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഉന്നയിച്ച പ്രശ്നം അതാണ്. അതായത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിങ്ങളൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ അവർ ചില ശുപാർശകൾ മാത്രമല്ല മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ചില കുറ്റകൃത്യങ്ങൾ അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. അതായത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നതായി ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ അത് പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് നടപടിയാണ് സാധ്യമാകുന്നത് എന്നത് സർക്കാർ വിശദീകരിക്കണം. അവിടെ സർക്കാരിന് വേണ്ടി ഹാജരായ AG കോടതിക്ക് മുന്നിൽ നൽകിയ വിശദീകരണം എന്നത് സർക്കാരിന് ചില പരിമിതികളുണ്ട്. കാരണം ഈ മൊഴികളൊന്നും പൂർണ്ണമായും സർക്കാരിന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല. അത് കമ്മിറ്റിയുടെ കൈവശം തന്നെയാണുള്ളത്. ഈ റിപ്പോർട്ടിൽ മൊഴികളുടെ ഭാഗം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിലൊരു പരാതി ലഭ്യമാകാതെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, നിയമപരമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന കാര്യമാണ് സർക്കാർ ആവർത്തിച്ച് കോടതിയുടെ മുന്നിലേക്ക് വെച്ചത്. അവിടെ കോടതി ഉയർത്തിയ ഒരു പ്രശ്നം എന്നത് ഈ സിനിമാ രംഗത്തെ നടിമാരാണെങ്കിലും മറ്റ് സാങ്കേതിക പ്രവർത്തകരായ സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെയും അവർക്കെല്ലാം വന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ചില ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ആ പ്രതിസന്ധി അല്ലെങ്കിൽ അവർ നേരിടുന്ന ആ ബുദ്ധിമുട്ട് നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. അവർക്കത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആ കുറ്റകൃത്യത്തിന് ഇരകളായവരുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിലേക്ക്, അതായത് കുറ്റവാളികളിലേക്ക് ഒരു അന്വേഷണം പോകേണ്ടതില്ലേ? അതിനെന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത്. കോടതിക്കും സർക്കാർ പറഞ്ഞ ചില പരിമിതികളെക്കുറിച്ച് കോടതിക്കും ബോധ്യമുണ്ട്. പക്ഷേ കോടതിക്ക് മുന്നിലുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇപ്പോൾ പുറത്തു വന്ന ഭാഗത്ത് തന്നെ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ആ കുറ്റകൃത്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുള്ളപ്പോൾ അതിലൊരു നിയമ നടപടി ഒന്നും തന്നെ സാധ്യമാകാതെ ആ റിപ്പോർട്ട് പൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത്, അത് നിയമപരമായി ചില ബുദ്ധിമുട്ടുകളും കോടതിക്ക് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ആവർത്തിച്ച ഡിവിഷൻ ബെഞ്ച് ആ ചോദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ RTA നിയമപ്രകാരം പുറത്തു വന്നിരിക്കുന്നത് പൂർണ്ണമായ റിപ്പോർട്ടല്ല. ആ റിപ്പോർട്ടിന്റെ ഏതാണ്ട് 70ഓളം പേജുകൾ മാർക്ക് ചെയ്തിട്ടാണ് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ വരാം. അതായത് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ മാത്രമാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം വായിച്ചത് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. പക്ഷെ കോടതി അതിലെത്തുകയാണെങ്കിൽ, കോടതി ഇത് വായിക്കുകയാണ് എങ്കിൽ, കുറ്റകൃത്യങ്ങളുടെ ഒരു ആഴം മനസ്സിലാക്കുകയാണെങ്കിൽ കോടതിക്ക് വാമൂടിയിരിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് നിയമ സംവിധാനത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്.